ഹായ്, എൻ്റെ പേര് ദേവനന്ദ ആൻഡ് വെൽക്കം ടു DevTricz. അപ്പോൾ ഇന്ന് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്നല്ലേ, ഇതാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഒരു ഇലക്ട്രിക് ബീറ്റർ ആണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. ഇത് തുറക്കുമ്പോൾ തന്നെ ഇതിൻ്റെ രണ്ട് ഹുക്സ് ഉണ്ട് ബീറ്ററിൻ്റെ. ഇത് നമ്മൾ ക്രീമൊക്കെ വിപ്പ് ചെയ്യാനും എഗ്ഗൊക്കെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഹുക്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ വേറെ ഒരെണ്ണം കൂടിയുണ്ട്. ഇത് നമ്മൾ ഈ മാവൊക്കെ കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ചപ്പാത്തിക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് ആണ് നമ്മുടെ ബീറ്റർ. ഇതാണ് നമ്മുടെ ബീറ്റർ. ഇത് നമ്മൾ കാസ്റ്ററിൻ്റെ ബീറ്ററാണ്. 7 സ്പീഡ് ബീറ്ററാണ് കേട്ടോ. ഉണ്ടോ, 7 സ്പീഡ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇനി 1 ഇയർ വാറൻറ്റി ഉണ്ട് കേട്ടോ. ഇതിന് വാറൻറ്റി കാർഡൊക്കെ ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഴുതിക്കണ ഒരു പേപ്പർ ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് ഇത് വയ്ക്കാം. ഇത് ജസ്റ്റ് ഇങ്ങനെ ഇതാക്കിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി, ലോക്ക് ആയിക്കോളും. നമുക്ക് ഓണാക്കാം. സെവൻ സ്പീഡാണ് കേട്ടോ. ഒരു നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് ബുക്കും കൂടി വയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിന് MRP 990 റുപ്പീസാണ് കേട്ടോ. 950 റുപ്പീസ് ആയുള്ളൂ വാങ്ങിച്ചപ്പോൾ. പക്ഷേ കേട്ടോ, ഇത് ഞാൻ ഒരു എടപ്പള്ളിയിൽ നിന്നൊരു കേക്കിൻ്റെ സാധനങ്ങളൊക്കെ മേടിക്കുന്ന ഒരു ഷോപ്പുണ്ട്, ബേക്കേഴ്സ് എന്ന് പറയുന്ന, അവിടെ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏതായാലും മേടിക്കാൻ പറ്റില്ല, ലോക്ക്ഡൗൺ. അതൊക്കെ അതിന് മുമ്പ് മേടിച്ചതാണിത്. കുറച്ച് നാളായി ഞാൻ എടുത്തിട്ടില്ല, ഇതുവരെ അവിടെ വെച്ചേക്കായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. അപ്പോൾ ഇത്ര ഉള്ളു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ ജസ്റ്റ് ഒരു ബീറ്റർ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ അടുത്ത് തന്നെ നമ്മൾ ഈ ബീറ്റർ വെച്ചിട്ട് ഒരു കിടിലൻ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത് മറക്കാതെ കാണാം. അതിനായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കണും കൂടി ഉണ്ടാവും, അതൊന്നും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. എന്നാലേ ഞാൻ നെക്സ്റ്റ് കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിലേക്കും ടാറ്റാ, ബൈ ബൈ.